എല്ലാ മനുഷ്യരും, ഇപ്പൊ കേരളത്തിലെ എല്ലാ മനുഷ്യരും അരിയും ഗോതമ്പും കഴിക്കുന്നു. നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണത്തിൽ അയഡിൻ എന്ന് പറയുന്ന സൂക്ഷ്മ മൂലകം ഇല്ലതാണ്. അയഡിൻ അതൊരു ട്രേസ് എലമെന്റ് ആണ്. അതൊരു സ്പെഷ്യൽ ട്രേസ് എലമെന്റ് ആണ്. യുണീക്ക് ആയിട്ടുള്ള ഒരു ട്രേസ് എലമെന്റ് ആണ്. ഇത് ശരീരത്തിന് കിട്ടിയേ പറ്റൂ. പക്ഷെ അതും നമ്മുടെ ഭക്ഷണത്തിൽ ഇല്ലാണ്ടായിരിക്കുന്നു. അതിന് പകരമായി കൊണ്ടുവന്ന അയഡിൻ ചേർത്ത ഉപ്പും ഫലപ്രദമല്ലാതായിരിക്കും. അപ്പൊ അയഡിൻ പോരായ്മ ഉണ്ടാകുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. അതായത് അയഡിൻ എന്ന് പറയുന്ന ട്രേസ് എലമെന്റ് ഇല്ലാതെ വന്നാൽ ഹോർമോണൽ ഇൻബാലൻസ്, മെൻസസ് ഡിസോർഡർ ഇതുണ്ടാകും. മെൻസസ് ഡിസോർഡർ, തൈറോയ്ഡ് രോഗമുണ്ടാകും, ഗോയിറ്റർ ഉണ്ടാകും. ഇനി ക്യാൻസറിന്റെ മൂലകാരണങ്ങളിൽ അതാണ്, മുടി കൊഴിയുന്നത് അതാണ്, ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾ ജനിക്കുന്നത് ഇത് അയഡിന്റെ പോരായ്മയാണ്. വണ്ണം കൂടുന്നത് അതിൻ്റെ ഒരു കാരണമാണ്. വണ്ണം കുറയുന്നതും അതിൻ്റെ ഒരു കാരണമാണ്. അപ്പൊ ഇത് ഹോർമോണൽ ഇൻബാലൻസ് ഉണ്ടാക്കുന്നു. ശരീരത്തിനുള്ളിൽ ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകുന്നു. അപ്പോൾ ഹോർമോണൽ ഇൻബാലൻസ് ഉണ്ടാക്കാൻ അയഡിന്റെ പോരായ്മയും അസിഡിറ്റിയും കൂടി കൂട്ടിച്ചേരുന്നുണ്ട്.